തിരുവനന്തപുരം നഗരത്തിൽ സോളാർ പ്ലാന്റുകൾ സ്ഥാപിച്ച പദ്ധതിയിൽ അഴിമതി എന്ന ആരോപണം ബലപ്പെടുന്നു. അനാൽ സിഇഒ നരേന്ദ്രനാഥ് വേലൂരിക്കെതിരെ മുൻ പർച്ചേസ് മാനേജർ ആരോഗ്യദാസ് രംഗത്തെത്തി. താൻ പങ്കെടുക്കാത്ത ടെൻഡർ നടപടികളിൽ തന്റെ ഡിജിറ്റൽ സിഗ്നേച്ചർ ഉപയോഗിച്ചെന്നാണ് ആരോപണം. ടെൻഡർ നടപടികളിൽ ഒന്നിൽ പോലും തന്നെ പങ്കെടുപ്പിച്ചിട്ടില്ലെന്നും ആരോഗ്യദാസ് മീഡിയ വണ്ണോട് പറഞ്ഞു. മീഡിയ വൺ എക്സ്ക്ലൂസീവ്. ഞാൻ ഡിജിറ്റൽ സിഗ്നേച്ചർ ചോദിച്ചു, ഞാൻ കൊടുത്തു. പിന്നെ അത് ഞാൻ റിട്ടയർഡ് ആയപ്പോൾ ഞാൻ മേടിച്ചുകൊണ്ട് വരികയും ചെയ്തു. പക്ഷേ എൻ്റെ എല്ലാ ടെൻഡറിലും എനിക്ക് മെസ്സേജ് വരും. പക്ഷേ ഞാൻ അതിനകത്ത് ഞാൻ ഇടപെട്ട് എന്നെ വിളിക്കാറുമില്ല. ഒരു ടെൻഡർ ഓപ്പൺ ചെയ്യാനോ ഒരു കൊട്ടേഷനിൽ പങ്കെടുക്കാനോ ടെൻഡറിൽ പങ്കെടുക്കാനോ എന്നെ വിളിച്ചിട്ടേ. ഞാൻ വിരമിച്ച ശേഷം എനിക്ക് 2 തവണ മെസ്സേജ് വന്നു. എൻ്റെ DSC ഉപയോഗിക്കാതെ പറ്റത്തില്ലല്ലോ, ടെൻഡറിൽ എന്നെ പങ്കെടുപ്പിച്ചിട്ടില്ല, ഒന്നുമില്ല. എൻ്റെ DSC അവർ ഉപയോഗിച്ചിട്ടുണ്ട്. വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് നന്ദു ഷാ ചേരുന്നുണ്ട്. നന്ദു, നമ്മുടെ വാർത്ത ശരിവെക്കുന്ന, ഇല്ലെങ്കിൽ നേരത്തെ വിൻസെന്റ് MLA ഉന്നയിച്ച ആരോപണങ്ങൾ ശരിവെക്കുന്ന, അഴിമതി നടന്നു എന്ന് തെളിയിക്കുന്ന ശബ്ദം കൂടിയാണ് പുറത്തുവരുന്നത്. എന്താണ് ഈ അഴിമതി എന്നാണ് മനസ്സിലാക്കുന്നത്? അദ്ദേഹം പറഞ്ഞത് അനൽറ്റുമായി ബന്ധപ്പെട്ട് നടന്ന സംഭവങ്ങൾ എന്തൊക്കെയാണ്? തന്നെ ഇന്ന് രാവിലെയാണ് ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുമായി വിൻസെന്റ് MLA രംഗത്തെത്തിയത്. സ്മാർട്ട് സിറ്റി പദ്ധതിയുടെ ഭാഗമായി തിരുവനന്തപുരം നഗരത്തിലെ 514 സർക്കാർ കെട്ടിടങ്ങളുടെ സമീപത്തായി സോളാർ പ്ലാന്റ് സ്ഥാപിക്കുന്ന കേന്ദ്ര പദ്ധതിയുമായി ബന്ധപ്പെട്ടാണ് ഈ അഴിമതി നടക്കുന്നത്. ഇതിന്റെ മേൽനോട്ടം വഹിക്കുന്നത് അനർട്ടാണ്. ഇതിന്റെ നടത്തിപ്പും കാര്യങ്ങളും ഒക്കെ തന്നെ ക്രമീകരിക്കുന്നത് അനർട്ടാണ്. ഈ അനർട്ടിന്റെ ഭാഗമായി വിവിധ സ്വകാര്യ കമ്പനികൾക്ക് ടെൻഡർ നൽകിയതുമായി ബന്ധപ്പെട്ടായിരുന്നു പ്രധാനമായി അഴിമതി ആരോപണം പുറത്തു വന്നിരിക്കുന്നത്. ഇതിൽ 12 കമ്പനികൾക്കാണ് ഈ 514 ഇടത്ത് സോളാർ പ്ലാന്റ് സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ട് ടെൻഡർ നൽകിയത്. ഈ 12 കമ്പനികൾക്കും വലിയ തുകയാണ്, അതായത് കേന്ദ്ര സർക്കാർ നിശ്ചയിച്ചിട്ടുള്ള നിശ്ചിത തുകയെ മറികടന്നുകൊണ്ട് അധികമായി തുക നൽകിയെന്നാണ് വിൻസെന്റ് MLA ആരോപിച്ചത്. ഏതാണ്ട് 31 കോടി രൂപയാണ് ഇത്തരത്തിൽ അധികമായി കേന്ദ്ര സർക്കാർ അനുവദിച്ചതിലും അധികമായി നമ്മുടെ സംസ്ഥാന സർക്കാർ അനർട്ട് വഴി ഈ കമ്പനികൾക്ക് നൽകിയത്. അതിനോടൊപ്പം തന്നെ വിൻസെന്റ് MLA കൂട്ടിച്ചേർത്ത മറ്റൊരു കാര്യവും കൂടി ഉണ്ടായിരുന്നു. അനർട്ടിലെ പർച്ചേസ് മാനേജറായിട്ടുള്ള ആരോഗ്യദാസ് എന്ന വ്യക്തിയുടെ സിഗ്നേച്ചർ ചട്ടപ്രകാരമല്ലാതെ ഉപയോഗിച്ചു. അദ്ദേഹം ഇല്ലാത്ത ടെൻഡർ നടപടികളിൽ പോലും ഈ ഒപ്പുകൾ കൈകാര്യം ചെയ്തു. അത് ഒരു കരാർ ജീവനക്കാരനാണ് ഇത്തരത്തിൽ അദ്ദേഹത്തിന്റെ ഒപ്പുകൾ കൈകാര്യം ചെയ്തത് എന്നതടക്കമുള്ള വിവരങ്ങൾ ഈ വിൻസെന്റ് MLA ആരോപിച്ചിരുന്നു. ഇതുമായി ബന്ധപ്പെട്ടാണ് നമ്മൾ ഈ വിരമിച്ച ആരോഗ്യദാസുമായി, പർച്ചേസ് മാനേജറായിട്ടുള്ള ആരോഗ്യദാസുമായി സംസാരിച്ചത്. അദ്ദേഹം ഈ വിവരങ്ങളെല്ലാം തന്നെ ശരിവെക്കുകയാണ്. അതായത് അനർട്ട് സിഇഒയുടെ ഒരു ഏകാധിപത്യ പ്രവണതയുടെ ഭാഗമായിട്ടാണ് അവിടെ കാര്യങ്ങൾ നടക്കുന്നതെന്നും അവിടെ മറ്റു ജീവനക്കാർക്കൊന്നും വലിയൊരു ശബ്ദമുയർത്താനുള്ള അധികാരം ഇല്ലെന്നുമാണ് ആരോഗ്യദാസ് നമ്മളോട് പറഞ്ഞത്. അതോടൊപ്പം ഒരു ടെൻഡർ നടപടികളിൽ പോലും ആരോഗ്യദാസ് പങ്കെടുത്തിട്ടില്ല. എങ്കിൽ പോലും ഈ ടെൻഡർ നടപടികളിലൊക്കെ തന്നെ ആരോഗ്യദാസിന്റെ സാന്നിധ്യം സ്ഥിരീകരിക്കുന്ന, അല്ലെങ്കിൽ അത്തരത്തിലൊരു തോന്നൽ വരുത്തുന്ന തരത്തിൽ ആരോഗ്യദാസിന്റെ ഡിജിറ്റൽ സിഗ്നേച്ചർ ദുരുപയോഗം ചെയ്തുവെന്നും അദ്ദേഹം ശരിവെക്കുന്നു. ഇത് വളരെ വലിയൊരു അഴിമതിയിലേക്ക് നയിച്ചേക്കാവുന്ന, അല്ലെങ്കിൽ അഴിമതിയുടെ ഒരു വലിയ മഞ്ഞുമലയുടെ അറ്റം മാത്രമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നതെന്നാണ് രാവിലെ വിൻസെന്റ് MLA ചൂണ്ടിക്കാട്ടിയത്. ഏതാണ്ട് ആ ആരോപണങ്ങളൊക്കെ തന്നെ ശക്തിപ്പെടുത്തുന്ന ഒരു പ്രതികരണം കൂടിയാണ് ഇപ്പോൾ ആരോഗ്യദാസിന്റെ ഭാഗത്തു നിന്നും പുറത്തു വന്നിരിക്കുന്നത്. ഏതായാലും വിരമിച്ച ശേഷവും 2 തവണ ആരോഗ്യദാസിന്റെ ഡിജിറ്റൽ സിഗ്നേച്ചർ ഇത്തരത്തിൽ ടെൻഡർ നടപടികൾക്കായി ദുരുപയോഗം ചെയ്തു എന്നാണ് അദ്ദേഹത്തിന്റെ ഒരു വെളിപ്പെടുത്തലിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നത്. ഏതായാലും വളരെ ഞെട്ടിക്കുന്ന ഒരു സോളാർ അഴിമതി കേസാണ്, ഒരു സോളാർ അഴിമതിയുടെ വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ആദ്യം നമുക്കറിയാം, UDF സർക്കാരിൻ്റെ അവസാന കാലത്തും ഇത്തരത്തിൽ സോളാർ അഴിമതിയുമായി ബന്ധപ്പെട്ട വലിയ വാദപ്രതിവാദങ്ങളും സമരങ്ങളും ഒക്കെ നമ്മൾ കണ്ടു. ഇപ്പോൾ ഇതാ 2ാം LDF സർക്കാരിൻ്റെ ഏതാണ്ട് പകുതി കാലയളവ് പൂർത്തീകരിച്ച് 3ാം വർഷം അവസാനമായിരിക്കുന്ന ഈ ഒരു സമയത്ത് വീണ്ടും ഒരു സോളാർ അഴിമതി കേസ് LDF സർക്കാരിന്റെ സർക്കാരിന്റെ പ്രതികരണം എന്നാണ് MLA പറഞ്ഞത്. അതായത് മന്ത്രി നൽകിയ മറുപടിയിൽ ഈ ടെൻഡർ സംബന്ധിച്ച ഫയലുകൾ വസ്തുതാവിരുദ്ധമെന്ന് രാവിലെ വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു. അത് ഈ ടെക്നിക്കലോ ഫിനാൻസോ വിഭാഗങ്ങളൊന്നും പരിശോധിക്കാതെയുള്ള ഒരു റിപ്പോർട്ടായിട്ടാണ്, ഇല്ലെങ്കിൽ ടെൻഡർ അനുവദിച്ചു എന്നാണോ ആരോപിക്കുന്നത്? തന്നെ ഏതാണ്ട് 100ഓളം കമ്പനികളാണ് അനർട്ടിൻ്റെ എംപാനൽ ലിസ്റ്റിനകത്ത് ഈ ടെൻഡർ നടപടികൾക്കായി ലിസ്റ്റ് ചെയ്തിട്ടുള്ളത്. എന്നാൽ ഇതിൽ 12 കമ്പനികൾക്കായി ഈ ടെൻഡർ കൊടുക്കുന്ന ഒരു നടപടിക്രമങ്ങൾ ചുരുക്കുകയായിരുന്നു എന്നാണ് വിൻസെന്റ് MLA പ്രധാനമായും ചൂണ്ടിക്കാട്ടിയത്. ഈ ഒരു വിഷയത്തിൽ വ്യക്തത വരുത്താനായി നിയമസഭയിൽ വിൻസെന്റ് MLA ചോദ്യങ്ങൾ ഉന്നയിച്ചെങ്കിലും കൃത്യമായ മറുപടികൾ നൽകുന്നത് കൃത്യമായ ഒരു മറുപടിയും വൈദ്യുത മന്ത്രി വിൻസെന്റ് MLAക്ക് നൽകിയില്ല. ഇതും അദ്ദേഹം വിമർശനാത്മകമായി പത്രസമ്മേളനത്തിൽ ഈ വിഷയവും പ്രതികരിക്കുകയും
ഉണ്ടായി. സഭയെ തെറ്റിദ്ധരിപ്പിക്കുന്ന അസത്യങ്ങൾ വിളിച്ചു പറയുകയായിരുന്നു വൈദ്യുത മന്ത്രി എന്ന അടക്കമുള്ള രൂക്ഷമായ ആരോപണങ്ങളാണ് എം വിൻസെന്റ് MLA ഭാഗത്തുനിന്ന് പുറത്തു വന്നത്. ഏതായാലും ഈ വൈദ്യുത മന്ത്രിയുടെ അറിവോടുകൂടി അനർട്ട് സിഇഒയുടെ മേൽനോട്ടത്തിൽ അദ്ദേഹം ചുക്കാൻ പിടിച്ചിട്ടാണ് ഈ വലിയ അഴിമതി നടന്നതെന്നാണ് എം വിൻസെന്റ് വെളിപ്പെടുത്തിയത്. അതിനെ ശരിവെക്കുന്ന ഒരു പ്രതികരണവുമാണ് ഇപ്പോൾ ആരോഗ്യദാസ് എന്ന മുൻ അനർട്ട് ജീവനക്കാരന്റെ ഭാഗത്തു നിന്നും പുറത്തു വന്നിരിക്കുന്നത്. 31 കോടി രൂപയുടെ വലിയ അഴിമതി വീണ്ടും കേരളത്തിൽ നടന്നിരിക്കുകയാണ്. അതും സോളാറുമായി ബന്ധപ്പെട്ട് തന്നെയാണ്. ഇത് വലിയൊരു രാഷ്ട്രീയ കോലാഹലങ്ങൾക്ക് വഴിവെച്ചേക്കാവുന്ന ഒരു വിഷയമായി വരും ദിവസങ്ങളിൽ മാറാനാണ് സാധ്യത. ശരി, നന്ദുഷ.